നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 394 394. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമാം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 19-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 32. പൃഥുകീർത്തേ പൃഥോർഭൂയാത് തർഹ്യേകോ നശത ക്രതു അലം തേ ക്രതുഭിശിഷ്ടൈർ സൃഷ്ടൈര്യത് ഭവാൻ മോക്ഷധർമ്മവിത്. ഇങ്ങനെയാണ് ശ്ലോകം. എന്നാൽ മഹതിയായ കീർത്തിയോടുകൂടിയ പൃഥുവിന് ഒന്നു കുറയെ 100 യാഗം ഭവിക്കട്ടെ. അതായത് 99 യാഗം ചെയ്യാൻ സാധിക്കട്ടെ. വേണ്ടും വിധം യജിക്കട്ടെ. യാഗങ്ങൾ കൊണ്ട് മതി. എന്തുകൊണ്ടെന്നാൽ അങ്ങ് മോക്ഷധർമ്മത്തെ അറിയുന്നവനാണല്ലോ. എത്ര സരളമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ടോ. എല്ലാം അറിയുന്നൊരു ജ്ഞാനി മാത്രമല്ല, ഭഗവാൻ ശ്രീമൻ നാരായണൻ്റെ അവതാരം 99 ചെയ്ത എന്താ, 100 ചെയ്ത എന്താ. അതാണ് അവിടെ പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് മോക്ഷധർമ്മത്തെ അറിയുന്നവനാണല്ലോ. അപ്പം മോക്ഷധർമ്മം കിട്ടിയവർ ദീപസ്തംഭം കത്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ദീപസ്തംഭം കത്തിക്കുക, വിളക്കുമാടം തെളിയിക്കുക, ഉള്ളതൊക്കെ നിഷ്കാമകർമ്മത്തിൽ വരുന്നില്ല. നിഷ്കാമകർമ്മത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയൂട്ടിന് പകരം അനാഥാലയങ്ങളിൽ ചോറ് കൊടുക്കണം. അനാഥാലയത്തിലുള്ളവർക്ക് വിരിപ്പും പുതപ്പും ഉടുക്കാനും കുപ്പായും കമ്പിളിയും ഷാളൊക്കെ കൊടുക്കണം. അതാണ് അവർക്ക് ഇങ്ങോട്ട് ചെയ്യാൻ സാധിക്കാത്ത ധർമ്മം നമ്മൾ അങ്ങോട്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണത് വ്യവഹാരമാണ്, കച്ചവടമാണ്. അപ്പോൾ ഭഗവാൻ എൻ്റെ ഉള്ളിലാണെന്നും അതേപോലെ ചൈതന്യം ഉള്ളിലുള്ളവർക്ക് സേവ ചെയ്യുന്നതാണ് മഹത്തരം എന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവന് യാഗയജ്ഞങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഗുരുപദേശം കിട്ടി, പ്രൊഫഷണലായിട്ട് പോകണ്ട, ശരി. എന്നാൽ ഞാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലുള്ള സാധനം എല്ലാവരും വിഴുങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ വായിച്ചു നോക്കിയിട്ടില്ല. അവർ വായിച്ചു നോക്കാത്തത് ഞാൻ പറഞ്ഞാൽ ആർക്കും എത്തില്ല. അതിനേക്കാളും നല്ലതെന്താ, മൂകനായിട്ടിരിക്കുക. പക്ഷേ എനിക്കെന്താ ഒരു സന്തോഷം, ഒരു 5 കൊല്ലമായിട്ട് ഞാൻ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. സംഗതി കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും 2,33,000 ആൾക്കാർ നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ ആൾക്കാരെന്നെ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അത് മതി. ആര് നോക്കിയിട്ടുണ്ടോ അവർക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താ, ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഇന്ദ്രൻ യാഗവിഘ്നം ചെയ്യുന്നതിന് നിവൃത്തി എന്താണെന്ന് ആലോചിക്കുന്ന ഋത്വിക്കുകളോട് പറയുന്നു. ഇപ്പോൾ ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടുകൂടിയ പൃഥുവിന് ഒന്നു കുറയെ 100 യാഗം പൂർത്തിയായിട്ടുണ്ടല്ലോ, അത് മതി. അതുകൊണ്ട് അപകീർത്തി ഉണ്ടാകില്ല. അതാണല്ലോ ആവശ്യം. പിന്നെ കീർത്തിക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണത്, ഈശ്വരനെ ഉപാസിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം ആരാ? ഈശ്വരനാണ്.
അപ്പം ഈശ്വരൻ എന്നെ പൂജിച്ചത് 99 യാഗങ്ങൾ ചെയ്തിട്ടില്ലേ, അത് മതി എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഹേ രാജൻ, ഈ യാഗങ്ങൾ കൊണ്ട് അങ്ങക്കെന്താ ഫലം? അങ്ങക്ക് സ്വർഗം ഉണ്ടല്ലോ, സ്വർഗം അങ്ങയുടെ അണ്ടറിലല്ലേ. സ്വർഗം ആഗ്രഹിക്കുന്നവർക്കല്ലേ യാഗം കൊണ്ട് ഫലമുള്ളൂ. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനും നിങ്ങളും മുക്തിയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യാഗം യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഭാഗവതം ജ്ഞാനയജ്ഞയായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഭാഗവതം ജ്ഞാനയജ്ഞം എന്ന് നോട്ടീസിലടിച്ച് 100 രൂപയുടെയും 200 രൂപയുടെയും പൂജ ചെയ്യിപ്പിച്ച് കാശുണ്ടാക്കണത് ജ്ഞാനയജ്ഞമല്ല, അവരെ അവശന്മാരാക്കണമെന്നതാണ്. അവിടെയാണ് പ്രശ്നം. അവരെ അവശന്മാരല്ലാതെ കണ്ട് സ്വാത്വിക ഗുണനിധികളാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യമല്ലാണ്ട് വേറൊരു ചൈതന്യം നിങ്ങളെ സഹായിക്കില്ല എന്ന് ഏതൊരു പ്രൊഫഷണൽ ആചാര്യൻ പറയണോ അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കാം. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ ആഗ്രഹം നിരതിശയാനന്ദപ്രാപ്തി രൂപമായ മോക്ഷത്തിലാണല്ലോ. അങ്ങ് തന്നെയാണ് മോക്ഷം കൊടുക്കുന്ന ആൾ, പിന്നെ അങ്ങക്ക് എന്തിനാ മോക്ഷത്തിൻ്റെ ആവശ്യം? അതുകൊണ്ട് പറയണു, അതിന് വേണ്ടുന്ന ധർമ്മം അങ്ങയ്ക്ക് തന്നെ അറിയാം, അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് വിരമിക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ ഉണ്ണിയൂട്ട്, അതേമാതിരി ഐശ്വര്യപൂജ, അതൊക്കെ പിന്നെന്താണ്? കർമ്മമാണ്. അപ്പം ധ്യാനിക്കലാണ് നിവൃത്തി മാർഗത്തിനുള്ളതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജിലുള്ള 383 അത് നമുക്ക് മാർക്ക് ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യം വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം. 383 കർമ്മം. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകം 33. ന ഏവ ആത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവഭി ഹി ഭദ്രം തേ ഉത്തമ ശ്ലോക വിഗ്രഹോ. ആത്മസ്വരൂപനായ മഹേന്ദ്രൻ്റെ പേരിൽ കോപത്തെ പ്രയോഗിപ്പാനായിക്കൊണ്ട് അങ്ങ് അറിയിക്കുന്നില്ല. രണ്ടുപേരും ഉത്തമ ശ്ലോക ഭഗവാന്റെ അംശാവതാര സ്വരൂപമാകുന്നു. ഇന്ദ്രനും അതെ, പൃഥുവും അതെ. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഒരു രമ്യതയിൽ എത്തിയോണ്ട് എന്താ കുഴപ്പം? അപ്പോൾ അങ്ങയ്ക്ക് മംഗളം എന്ന് പറഞ്ഞു. ഇനി ഇതിനെ ഭാവാർത്ഥത്തിൽ പറയുമ്പോൾ, ഹേ രാജൻ, അങ്ങയുടെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ഇന്ദ്രൻ്റെ നേരെ കോപിക്കുന്നത് യുക്തമല്ല. അപ്പോൾ അദ്ദേഹം അശ്വത്തിനെ കണ്ടതോ? അയാൾക്ക് ഇവർ രണ്ടാളും ഒന്നാണ്. അയാൾ കള്ളനാണെങ്കിൽ ഇയാളും കള്ളനാണ്. അത്രേ ഉള്ളൂ, ഒരേ ആൾ തന്നെ. പ്രമോഷമുണ്ടോ? കള്ളൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ശ്രീഹരിയുടെ അംശസംഭവന്മാരാകുന്നു. അപ്പോൾ ഈ യജ്ഞവേദിയിലിരിക്കുന്ന ആചാര്യനും യജ്ഞവേദിയിൽ, അതായത് സ്റ്റേജിലിരിക്കുന്ന ആചാര്യനും സ്റ്റേജിൻ്റെ താഴെ ഇരിക്കുന്ന ശ്രോതാക്കളും ആരാണ്? ഭഗവാന്റെ അംശങ്ങളുള്ളവരാണ്, അഹം ബ്രഹ്മാസ്മക്കാരാണ്. അങ്ങനെ അപ്പോൾ ഒരാളെങ്ങനെ വേറൊരാളെ പൂജ ചെയ്യിപ്പിക്കുക? ചോദിച്ചതിന് നിങ്ങൾ സമാധാനം പറയണം. അതുകൊണ്ട് ഒരു യാഗത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങയ്ക്ക് ഹാനിയില്ല. എൻ്റെ അനുഗ്രഹത്താൽ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്നായി. 34 മാ അസ്മി മഹാരാജ കൃതാസ്മ ചിന്താം നിശാമയാസ്മത് വച ആധൃതാത്മാ യധ്യായതോ ദൈവഹതം नु കർത്തും മനോ അതിരുഷ്ടം വിശദേ തമോ അന്ധം. ഹേ മഹാരാജാവേ, ഇതിൽ ചിന്തയെ ചെയ്യണ്ട, ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. ഇതൊരു പരാജയമല്ല. ആദരത്തോടു കൂടിയവനായിട്ട്
ഞങ്ങളുടെ വാക്കിനെ ശ്രവിച്ചാലും, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആരുടെ? ഋത്തിക്കുകളുടെ. ഋത്തിക്. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഭൂമി ദേവി സ്തുതിച്ച കൂട്ടത്തിൽ പൃഥു ചക്രവർത്തിയെ സ്തുതിച്ച കൂട്ടത്തിൽ ഭൂമി ദേവി ഇന്ദ്രനെ സ്തുതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ പൃഥു ചക്രവർത്തിയുടെ കൺസോർട്ട് മഹാലക്ഷ്മിയാണ്. അപ്പം ഇവിടെ ഭൂമി ദേവീനെ അദ്ദേഹം ആരായിട്ട് കണ്ടു? മകളായിട്ട് കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കേണ്ടത്. അപ്പോൾ ഈ പഠിപ്പ് എന്തിനാ? ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ലോകർക്ക് ഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ളതൊന്നും പഠിപ്പല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രവിച്ചാലും ദൈവത്താൽ ഹനിക്കപ്പെട്ട യാതൊന്നിനെ ചെയ്യുവാൻ വിചാരിക്കുന്നവൻ്റെ അധികോപസഹിതമായിട്ട് ഗാഢാന്ധകാരത്തെ പ്രവേശിക്കുന്നു. ഗാഠമായ അന്ധകാരത്തെ. അപ്പോൾ ബ്രഹ്മാവ് വന്നിട്ടാണല്ലോ അതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ മഹാരാജാവേ, 100ാമത്തെ യാഗം മുടക്കിയല്ലോ എന്നുള്ള വിചാരം അങ്ങേക്ക് ഉണ്ടാകാതിരിക്കണം. ഏതൊരു കാര്യം ആലോചിച്ചാലാണ് പോസിറ്റീവ് എനർജി നശിക്കണത്, ആ കാര്യങ്ങൾ ആലോചിക്കരുത്. നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കരുത്. നെഗറ്റിവിറ്റി കൂടുന്ന കാര്യങ്ങൾ ആലോചിക്കരുത്. പോസിറ്റിവിറ്റി കൂടുന്ന കാര്യങ്ങൾ ആലോചിക്കും വേണം. അപ്പോൾ ദൈവസമ്മതമില്ലാത്തതിനെ ചെയ്യുവാൻ സിദ്ധാന്തിച്ചു പുറപ്പെടുന്ന ഒരുവൻ്റെ മനസ്സ് എന്താണ്? ശാന്തത അടയില്ല. ദോഷവൃത്തികൾ നിമിത്തം യുക്ത അയുക്ത വിചാരം ചെയ്യുവാൻ സമർത്ഥമല്ലാതെ അപകടത്തിൽ പ്രവേശിക്കും. അതിനാൽ ഞങ്ങൾ പറയുന്നതിനെ സാദരം അംഗീകരിച്ചു കൊള്ളുക. ആര്? ഋത്വിക്കുകൾ. ഈ യജമാനൻ പൃഥു ആണെങ്കിലും ദക്ഷിണ കൊടുക്കുന്നത് ആർക്കാ? ഋത്വിക്കുകൾക്ക്. ആ ഋത്വിക്കുകളാണല്ലോ ആശീർവാദം ചെയ്യണത്. അതെ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് എന്താ കുഴപ്പം? എന്നെ ഞാനാക്കുന്നതിൽ എൻ്റെ ഗുരുവിൻ്റെ ഉപദേശം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ ലാഭത്തിന് വേണ്ടിയിട്ട് നീ ജീവിക്കണ്ട. യുക്തിസഹിതമായ രീതിയിൽ നീ ജീവിക്ക്. നീ നിൻ്റെ തല വേറൊരാളുടെ കക്ഷത്ത് വെച്ച് കൊടുക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേയസ് എനിക്കാണ്. എന്താണ് ശ്രേയസ്? ഞാൻ തെറ്റുകൾ ആചരിക്കുന്നില്ല സ്റ്റേജിലിരുന്നിട്ട്. അതന്നെ. ഇനി 35ാമത്തെ ശ്ലോകം. ക്രതുർവിരമതാം യേഷാ ദേവേഷു ദുരവഗ്രഹ ധർമ്മവ്യതികരോ യത്ര പാഖണ്ഡൈരിന്ദ്ര നിർമ്മിതൈ. ഈ യാഗം നിൽക്കട്ടെ. ദേവന്മാരിൽ ശമിക്കാത്തതായ ആഗ്രഹമുണ്ട്. ദേവന്മാരിൽ ശമിക്കാത്തതായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പാഖണ്ഡന്മാരാൽ ധർമ്മനാശം. ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പാഖണ്ഡന്മാരാൽ. അപ്പോൾ ഈശ്വരൻ്റെ അംശമായിട്ടുള്ള ഇന്ദ്രൻ തന്നെയാണ് പാഖണ്ഡന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ പാഖണ്ഡന്മാരാവണ്ട. പക്ഷെ പാഖണ്ഡന്മാരെ നിന്ദിക്കാനുള്ള അധികാരം നമുക്കില്ല. അവരിലും ആത്മാവുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, 12 വർഷം കൂടുമ്പോഴത്തെ ഈ കുംഭമേളയിൽ നാഗന്മാർ, അങ്ങനെ പല സന്യാസിമാർ നാണം മറയ്ക്കാതെ വരുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി. അവർ ചെയ്യുന്നത് അവർക്ക് ശരി, അതോടുകൂടി വിടണം. ഇതൊരു സോഷ്യലിസ്റ്റ് സമൂഹമാണല്ലോ. നത്തിങ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരെയും ഭഗവാനെ അനുമോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഭഗവാനെ വിമർശിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന അങ്ങയ്ക്ക് കർമ്മം കൊണ്ട് ഫലമില്ലാത്തതിനാലും
ഈ കർമ്മം നിമിത്തം അനർത്ഥം നേരിടുന്നതിനാലും ഈ യാഗത്തെ നിർത്തുക. യാഗം മുടക്കുന്ന ഇന്ദ്രനെ അതിൽ നിന്ന് വിരോധിക്കരുതോ എന്ന് വിചാരിക്കേണ്ട. രജോഗുണത്തിൻ്റെ ആധിക്യം നിമിത്തം ദേവന്മാർക്കുള്ള ആഗ്രഹം അടക്കുവാൻ സാധിക്കാത്ത വിധം അത്ര അധികരിച്ചിരിക്കുന്നതാകുന്നു. അതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങും അതേവിധം സിദ്ധാന്തമായി പുറപ്പെട്ടാൽ ഇന്ദ്രൻ സൃഷ്ടിക്കുന്ന പാകണ്ഡന്മാർ ലോകത്തിൽ വളരെ വർദ്ധിക്കും. അതാണ് ശരി. ഇന്ദ്രൻ സൃഷ്ടിക്കുന്ന പാകണ്ഡന്മാർ ലോകത്തിൽ വളരെ വർദ്ധിക്കും. അവർ ധർമ്മകർമ്മത്തെ നിർമൂലം നശിപ്പിക്കുകയും ചെയ്യും. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രന് പാകണ്ഡന്മാരെ സൃഷ്ടിക്കാത്ത അവസ്ഥയിൽ നമ്മൾ പിന്മാറുക. അതുകൊണ്ട് നമ്മൾ ലോകർക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ അടിത്തറ. ഇതൊക്കെയാണ് മനസ്സിലായാൽ പിന്നെ എന്തിനാ പാലം കുലുങ്ങിയാൽ കേരളം എന്തിനാ കുലുങ്ങണത്? കുലുങ്ങാനുള്ള പാലം കുലുങ്ങും വീഴും. നമ്മൾ രക്ഷപ്പെടാന്നല്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത ശ്ലോകം 36. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭിജനം ഹ്രീയമാണാം വിദക്ഷയൂനം യസ്തേ യജ്ഞദ്രുഗസ്വമൂട്. കുതിരയെ മോഷ്ടിക്കുന്ന അങ്ങയുടെ യജ്ഞദ്രോഹി യാതൊരുവനോ ആ ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും മോഹിപ്പിക്കുന്നവരുമായ ഈ പാകണ്ഡന്മാരാൽ അപഹരിക്കപ്പെടുന്ന ഈ ജനത്തെ കണ്ടാലും ഞാൻ ഭാവാർത്ഥം, അങ്ങയുടെ യാഗം മുടക്കുവാനായി കുതിരയെ മോഷ്ടിക്കുന്ന ഇന്ദ്രൻ അതുമാത്രമല്ല ചെയ്യുന്നത്. ആ ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെടുന്ന പാകണ്ഡന്മാർ അവരുടെ പേശല വാക്കുകൾ കൊണ്ട്, പേശല വാക്കുകൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പൊടുപ്പും തൊങ്ങലും വെച്ച് മോഹിപ്പിക്കുന്ന വാക്കുകൾ, അതിലാണ് കൊടുക്കുന്നത് ആൾക്കാർ. ജനങ്ങളുടെ മനസ്സിലുള്ള കർമ്മശ്രദ്ധയെ നിശേഷം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരാവാനുള്ള ഒരു വഴിയില്ല. തന്മൂലം ലോകത്തിൽ യാഗകർമ്മത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കുന്നതിനെ നന്നായി നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്ക് നിങ്ങളിൽ പലരും എത്രയോ സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഡെപ്ത്, ഈ സംഭാഷണത്തിൻ്റെ ഡെപ്ത് നമ്മൾ എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ പാകണ്ഡ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രനും പൃഥുവും ഒരേ ഈശ്വരൻ്റെ അംശങ്ങളാണെന്നും അതുകൊണ്ടാണ് അവരവർക്ക് കൊടുത്തിട്ടുള്ള ജോലികൾ നിർബാധം ചെയ്യാന്നല്ലാതെ കണ്ട് ആര് മേലെ ആര് താഴെ എന്നുള്ളത് വരുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് പൃഥു ചക്രവർത്തി 100ാമത്തെ യജ്ഞത്തിന് തുനിയാത്തത്? ഇങ്ങനെ പോയാൽ പാകണ്ഡന്മാർ ഈ ലോകത്ത് നിറയും. അവർ ധർമ്മത്തിനെ ചൂഷണം ചെയ്യും, അധർമ്മികളാവും. അതാണോ വേദം? അതോ ഒരു യാഗത്തിൽ നിന്ന് വിഡ്രോ ചെയ്യേ? അവിടെയാണ് വിവേകബുദ്ധി ഉദിക്കേണ്ടത് നമുക്ക്. അപ്പം 37ാമത്തെ ശ്ലോകം പറയുന്നു, ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാധവലുത്തമദ്യ തദ്ദേഹതോ വിഷ്ണു കലാസി വൈന്യാം. പൃഥുവേ വൈന്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേനൻ്റെ ദുഷ്പ്രവൃത്തി നിമിത്തം നശിച്ചിരിക്കുന്ന ശാസ്ത്രാനുസരണമായ ജനങ്ങളുടെ ധർമ്മത്തെ പരിരക്ഷിപ്പാനായി കൊണ്ട് അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുന്നു. ആ വേനൻ്റെ കൈകൾ കടഞ്ഞിട്ട്. അപ്പോൾ വേനപുത്ര, അവൻ്റെ ദേഹത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശമായിട്ട് നീ ഉണ്ടായിരിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അങ്ങയുടെ പിതാവായ വേനൻ്റെ അപനയം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയല്ലാത്തതെന്നർത്ഥം. ശരിയായ നയല്ല, അപനയം, പരാജയം.
ജനങ്ങളുടെ ശ്രേയസ്സിന് ഉപകരിക്കുന്ന ശാസ്ത്രോക്തമായ ധർമ്മം ഈ ലോകത്തിൽ നശിച്ചു പോയതിനെ സംരക്ഷിപ്പാൻ വേണ്ടിയിട്ട് അവൻ്റെ മൃതശരീരത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശത്തോടുകൂടെ അവതരിച്ചിരിക്കുന്ന ഭവാൻ ധർമ്മവിരോധികളായ പാകണ്ഡന്മാരുടെ സൃഷ്ടിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഇന്ദ്രനോടുകൂടെ മത്സരിപ്പാൻ ഭാവിക്കുന്നത് അവതാര പ്രയോജനത്തിന് വിരോധമായ പ്രവൃത്തിയാണ്. അപ്പോൾ വേദനും അങ്ങും കൂടിയിട്ട് എന്താ വ്യത്യാസം? പറഞ്ഞു മോശമുണ്ടോ? ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വെറുതെ വായിക്കാൻ പഠിച്ചിട്ട് എന്താ കാര്യം? ആർക്കാ എന്താ ലാഭം പറയും? ഇവിടെ എനിക്കുള്ള സന്തോഷം എന്താ? ഞാനിത് ഒരു പ്രാവശ്യം യൂട്യൂബിന് പറയണു, അത് കഴിഞ്ഞാൽ ഒരാൾക്ക് ക്ലാസ്സിന് വേണ്ടി പറയണു. ഇത് ഞാൻ ആൾറെഡി പഠിച്ചതാണ്. അപ്പോൾ എന്നിലുള്ള ഈശ്വര കൃപേനെ ഞാൻ എത്രത്തോളം ഉയർത്താൻ എനിക്ക് ഭഗവാൻ സന്ദർഭം തരണോ അതിൽ ഞാൻ സന്തോഷിക്കണം. അതാണ് ഉദ്ദേശം. എത്ര ആൾ കേട്ടു എന്നുള്ളതല്ല, എനിക്ക് ആത്മീയ സുഖം കിട്ടുന്നുണ്ട്. അതിനേക്കാളും വീതം അതോ വേറൊരാൾക്ക് ഉപദ്രവം ഇല്ല, ഉണ്ടെങ്കിൽ ഉപകാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ 38-ാമത്തെ ശ്ലോകം. സത്വം വിമൃശ്യാസ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം വിവീപ്രിഹി ഐന്ദ്രീം ച മായാമുപധർമ്മമാതരം പ്രചണ്ഡഭാഗണ്ഡപദം പ്രബോജഹി. സമർത്ഥനായ പ്രജാപാലക, ഈ ലോകത്തിൻ്റെ ക്ഷേമത്തെ ആലോചിച്ചിട്ട് പ്രജാപതികളുടെ സങ്കൽപ്പനത്തെ പൂർത്തിയാക്കിയാലും അധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതായ ഇന്ദ്രകൃതമായ രൂപമായിരിക്കുന്ന ഉത്കട പാകണ്ഡമാർഗത്തെ അങ്ങ് നശിപ്പിച്ചാലും, അതായത് അവരെ വളരാൻ സമ്മതിക്കരുത്. അതിൻ്റെ ഭാവാർത്ഥം ഇനി പറഞ്ഞത്, പ്രജകളെ പരിപാലിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഒരു മഹാരാജാവ് ഉണ്ടാവണമെന്ന് ഭൃഗു ആദികളായ പ്രജാപതികളുടെ സങ്കല്പം നിമിത്തം വിഷ്ണംശമായി അവതരിച്ചിരിക്കുന്ന അങ്ങ് പ്രജകളുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെപ്പോഴും വരാൻ പോകുന്ന ജനറേഷൻ്റെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണമെന്നാണ്, അവരെ നേരായ മാർഗത്തിലേക്ക്. അപ്പോൾ ഞാൻ ബഹുമാനിച്ചിരുന്ന പാലപ്പുറത്തുണ്ടായിരുന്ന നിർമ്മലാനന്ദഗിരി മഹാരാജാവ്, അദ്ദേഹം എപ്പോഴും എന്താ പറയുക, കാത് കുത്തിയവനെ കണ്ടാൽ കടുക്കിനിട്ടവനെ കാണാമെന്ന. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള മതിപ്പ്, അദ്ദേഹം ടി വിയിൽ രാമായണമാസം നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ഓരോ ചികിത്സേനെ പറ്റി പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി ഒരു കാലത്ത് ഓങ്ങല്ലൂരിൽ നിന്ന് ബോംബെക്ക് പോകുന്ന സമയത്ത് ഷൊർണൂർ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ ബോംബെയിലത്തെ ആചാര്യമര്യാദകൾ, കേരളത്തിലെ ആചാര്യമര്യാദകളില്ല, അദ്ദേഹത്തിനെ പോയി കാല് പിടിച്ചു. അപ്പോൾ ഉടനെ ചോദിച്ചു, പ്രവാസിയാണല്ലേ? അതെ. ആ ഒരു ചോദ്യവും ഉത്തരവും ആ കൃപാകടാക്ഷവും അത് വലുതായി എൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ 2012 റിട്ടയർ ചെയ്ത് ബോംബെയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു രഘുനാഥ് പറഞ്ഞിട്ട് ഒരു അധികായൻ തന്നെ വേണം അദ്ദേഹത്തിനെ പറയാം. ഒരു 120 ലെഡ്ജർ പുസ്തകങ്ങൾ ഈ നിർമ്മലാനന്ദഗിരി മഹാരാജാവിൻ്റെ കാസറ്റുകൾ കേട്ടിട്ട് അത് അക്ഷരരൂപത്തിലേക്ക് വാക്കുകളായിട്ട് അദ്ദേഹം പകർത്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരുന്നു അത്. ഞങ്ങൾ രഘുവേട്ടൻ എന്നാ പറയാം. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈശ്വരൻ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ആഗ്രഹമുള്ള പദാർത്ഥങ്ങൾ സജ്ജീകരിക്കുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹം കൂടിയിട്ട് ധാരാളം ഭദ്രപാളിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, ധാരാളം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കോട്ട് ചെയ്യണത്.
അപ്പോൾ ഇവിടെ എന്തായി? അവരുടെ സങ്കല്പത്തെ പൂർത്തിയാക്കണം. ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പാകണ്ഡന്മാർ അധർമ്മം വർദ്ധിപ്പിക്കുവാൻ ചെയ്യുന്ന പരിശ്രമത്തെ നശിപ്പിക്കുകയും വേണം. ഇതുതന്നെ അവതാര പ്രയോജനത്തെ സാധിപ്പിക്കുന്ന പ്രവൃത്തി എന്നാണ് പറഞ്ഞത്. ഇനി മൈത്രേയ ഉവാച 30-ാമത്തെ ശ്ലോകം. ഇത്തം സലോക ഗുരുണാ സമാദിഷ്ടോ വിശാംപതി തഥാ ച കൃത്വാ വാത്സല്യം മഘോന അഭി ച സന്തതേ. അതായത് ലോകഗുരുവിനാൽ, അതായത് ബ്രഹ്മാവിനാൽ ആണ് ഇത് പറയിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ലോകഗുരുവിനാൽ ഇവിടെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ അത് അറിയില്ല. ബ്രഹ്മവാച എന്നുള്ളതാണത്, ബ്രഹ്മാവ്. ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആ രാജാവ് അങ്ങനെ ചെയ്തിട്ട് സ്നേഹത്തെയും ചെയ്തിട്ട് ദേവേന്ദ്രനോടും സന്ധിച്ചു. അതായത് നിങ്ങൾ രണ്ടാളും രമ്യത്തിൽ പോകണം എന്നുള്ളത് ആരാ പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ലോകപൂജനായ ബ്രഹ്മാവിൻ്റെ ഇപ്രകാരമുള്ള ഉപദേശത്തെ അംഗീകരിച്ച രാജാവ് ആ വിധം ചെയ്തു. സന്മാർഗത്തെ ഉപദേശിച്ചതിൽ വാത്സല്യത്തെ പ്രകാശിപ്പിച്ചു. ഈ വാത്സല്യം ഞാൻ വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്, എന്നേക്കാൾ മുതിർന്നവർ, എൻ്റെ ഒപ്പമുള്ളവർ, എന്നേക്കാൾ കുറച്ച് പ്രായക്കാർ, അവരുടെ വാത്സല്യം അവരുടെ വാക്കുകളിൽ. പിന്നെ ഈ എപ്പിസോഡുകൾ ഒന്ന് മുടങ്ങി കുറച്ച് വഴുകുകയോ ചെയ്താൽ ഒരു ത്വരിതയോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണം, എന്തു പറ്റി ഇന്നത്തെ എപ്പിസോഡ്, അതാണ് എനിക്ക് ഭഗവാന്റെ പ്രസാദം. ഭഗവാന്റെ വാഗ്മയീ രൂപമായിട്ടുള്ള ഭാഗവതത്തെ അന്വയിക്കുമ്പോൾ അത് കിട്ടാനുള്ള വെപ്രാളം മറ്റുള്ളവർ കാണിക്കുമ്പോൾ ഞാൻ കൂടുതൽ ജാഗരൂകനാവണം എന്നുള്ളൊരു ബോധം ഭഗവാൻ എനിക്ക് തന്നെ തരികയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രസാദം, ഇതിൻ്റെ ഗുണം എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിലാകെ 42 ശ്ലോകമേ ഉള്ളൂ. അപ്പോൾ 40, 41, 42 ആ 3 ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ കൃതാവബൃദ്ധസ്നാനായ പൃഥവേ ഭൂരികർമ്മണേ 40-ാമത്തെ ശ്ലോകമാണ് കേട്ടോ. വരാന്തദുസ്തേ വരദായേ തത് ബർഹിഷി തർപ്പിതാം. ആ അഗ്നിയിൽ സന്തോഷിപ്പിക്കപ്പെട്ട വരദന്മാർ, അതായത് വരം ദാനം ചെയ്യാൻ കെൽപ്പുള്ളവരെ, യാതൊരുത്തരോ അധികം കർമ്മത്തോടുകൂടിയവനും അവഭൃത സ്നാനം ചെയ്തവനുമായ പൃഥുവിനായിക്കൊണ്ട് അവർ വരങ്ങളെ ദാനം ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. 99 യാഗങ്ങൾ എന്നത് എത്രയോ അധികരിച്ച കർമ്മമാകയാൽ അത്ര മഹൽ കർമ്മങ്ങളാൽ അഗ്നിയിൽ ഹോമിച്ചു സന്തോഷിച്ച ദേവന്മാർ കർമ്മസമാപ്തി വരുത്തുന്നതായ അവഭൃത സ്നാനം ചെയ്ത പൃഥുവിന് അഭീഷ്ടവരങ്ങളെ കൊടുത്തു എന്നാണ്. എന്തൊക്കെ വേണോ അതൊക്കെ. 41 വിപ്ര സത്യ ആശിഷസ്തുഷ്ട ശ്രദ്ധയാ ലബ്ധദക്ഷിണ ആശിഷോ യുയുജു ക്ഷത്താരാതിരാജായ സത്കൃതാം. എന്താ പറഞ്ഞത്? സൽക്കരിക്കപ്പെട്ടവരും ശ്രദ്ധയോടുകൂടെ ലഭിച്ചിരിക്കുന്ന ദക്ഷിണയോടുകൂടിയവരും. അവിടെ എന്താ ഈ ശ്രദ്ധയോടെ? പല യജ്ഞങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. യജ്ഞം വളരെ ഗംഭീരമായി ഉണ്ടാവും, ധാരാളം സമ്പത്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ ദക്ഷിണയുടെ കാര്യം വരുമ്പോൾ അവർ പറയും ചെലവ് കൂടിയിട്ടുണ്ട് ആചാര്യ, കുറച്ച് ജാസ്തി തരണമെന്നൊക്കെ വിചാരിച്ചു, അടുത്ത പ്രാവശ്യം നോക്കാം, ഇപ്പോൾ ഉള്ളതുകൊണ്ട് സന്തോഷിക്കണം. അവർ ഈ ഭാഗവതം വായിച്ച് നോക്കിയിട്ടില്ല. കാരണം എന്താ? ശ്രദ്ധയോടുകൂടെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒട്ടും കമ്മിയാക്കാതെ കണ്ട് ഈശ്വരപ്രീത്യർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദക്ഷിണ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണില്ല. അപ്പോൾ അവിടെ കഞ്ചൂസ്ഗിരി കാണിക്കാൻ പാടില്ല. അപ്പോൾ ലഭിച്ചിരിക്കുന്ന ദക്ഷിണയോടുകൂടിയവരും സന്തോഷിച്ചവരും. അപ്പോൾ ആചാര്യന്മാർ സന്തോഷിക്കണം. പക്ഷേ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർ പറഞ്ഞതിൻ്റെ മുകളിൽ ചോദിച്ച് വാങ്ങും. കാരണം എന്താ? നിങ്ങൾ വിചാരിച്ചതിനേയും കാട്ടിലും പിന്നെ ഉണ്ണിയൂട്ടിനും ഐശ്വര്യ പൂജയ്ക്കൊക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ സാമർഥ്യം കൂടി കൊണ്ടാണെന്ന് നിങ്ങൾ സമ്മതിക്കണം.
ഇങ്ങനെ വിലപേശലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, സന്തോഷിച്ചവർ സത്യമായ ആശിസ്സോടു കൂടിയവരുമായ. അതെന്താ അങ്ങനെ? സത്യമായ ആശിസ് ഭാഗവതം യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ സത്യമായ ആശിസ്സായി. ഇതല്ലതല്ലോ, ഭാഗവതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ദക്ഷിണ വാങ്ങണത്. നമ്മളെ ഞാനല്ലാട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാഹ്മണരെ, ഹേ വിതുര, ആദ്യനായ രാജാവിനെ, അതായത് ഈ പൃഥു രാജാവിനെ ആശിസ്സുകളെ യോജിപ്പിച്ചു, വേണ്ട മാതിരി എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ശ്രദ്ധാപൂർവം അധികരിച്ച ദക്ഷിണകളാൽ. അവിടെ ആ ശ്രദ്ധ എന്നുള്ളതിനെന്താ? അധികരിച്ചത്, ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടതാവുന്നത്. അധികരിച്ച് ദക്ഷിണകളാൽ സൽക്കരിച്ചത് കൊണ്ട് സന്തുഷ്ടന്മാരും ആശീർവദിച്ചാൽ സത്യമായി ഭരിക്കത്തക്ക വിധം. അപ്പം എന്തായി? ഒരു കർമ്മം ചെയ്തിട്ട് കർമ്മിക്ക് ദക്ഷിണ വേണ്ട പോലെ കൊടുത്തിട്ടില്ലെങ്കിൽ ആശീർവാദം കിട്ടില്ല എന്നായി. അത് ഭാഗവതം പറയണം. അപ്പോൾ കർമ്മിക്ക് ദക്ഷിണ കൊടുക്കണം. ആ കർമ്മി വിചാരിക്കാതെ അത്ര കൊടുക്കണം, അല്ലെങ്കിൽ വിളിക്കരുത്. പറഞ്ഞ പ്രശ്നമുണ്ടോ? അതാണ് ആശീർവദിച്ചാൽ സത്യമായി ഫലിക്കത്തക്ക വിധം. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു 65 വർഷം മുമ്പെന്ന് വിചാരിച്ചു. നൗ ഐ ആം 73. ഓക്കെ. അപ്പോൾ എനിക്കൊക്കെ ഒരു 5, 3, 8 വയസ്സുള്ള സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു തുളസി ദളത്തിൻ്റെ മുകളിൽ ഒരു 4 വെച്ചിട്ടാണ് കൊടുക്കുക. അവരത് തൊട്ട് ഭഗവതീനെ അല്ലെങ്കിൽ ഭഗവാനെ കുമ്പിട്ട് കൈ ഈ പിന്നെ 2 ഞെട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കും, വിരൽ പൊട്ടിക്കും. അതൊക്കെ ഐശ്വര്യത്തിൻ്റെയാണത്. എന്നിട്ട് കൈ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുക. നന്നാവും എന്ന് പറയും. നന്നായിട്ടുണ്ട്. ഇപ്പോഴുള്ളവർക്ക് നിങ്ങൾ 50ൻ്റെ നോട്ട് കൊടുത്താലും 100ൻ്റെ നോട്ട് കൊടുത്താലും അവർക്ക് വേണ്ട മാതിരി അനുഗ്രഹിക്കാനും അറിയില്ല. കാരണം എന്താ? അവരെ പൂജ പഠിച്ചിട്ടില്ല. എന്നെ ഞാനിപ്പോൾ എങ്ങനെ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഭാഗവതം പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഗുരുശിഷ്യ ബന്ധപ്രകാരം പൂജ പഠിച്ചിട്ടില്ല. ഒരു രസികൻ ചോദിച്ചു, വാതിലടച്ച് പൂജിക്കാൻ എന്തിനാ പഠിക്കണത്? വാതിലടച്ചാൽ, ശ്രീകോവിലിൻ്റെ വാതിലടച്ചാൽ പിന്നെ എന്താ, നാട്ടുകാർക്ക് എന്താ അറിയാം ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ ചെയ്തത് എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അങ്ങനത്തെ പൂജാരിമാരുണ്ട്. ഫലം നമുക്ക് അങ്ങനെ തന്നെയാവും, ക്ഷേത്ര ചൈതന്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തായി? ഭരിക്കത്തക്ക വിധം തപശക്തി ഉള്ളവരുമായ ബ്രാഹ്മണർ. നിവർത്തികേടുകൊണ്ട് ഒരു ചാൺ വിരൽ വയറിന് വേണ്ടി പൂജിച്ചാൽ പൂജയാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. തപശക്തി ഉള്ളവരായിരിക്കണം, അനുഷ്ഠാനത്തോടു കൂടിയിട്ടുള്ളവരായിരിക്കണം. ചുരുങ്ങിയതൊരു ദിവസം ഒരു 108 ഗായത്രി ജപിച്ചിട്ടുള്ളവരായിരിക്കണം. സന്ധ്യാവന്ദനം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഇന്നിപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യുന്ന ആൾക്കാർ എത്രയുണ്ട്? പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ ചെയ്തില്ലെങ്കിലും പോട്ട, സായം സന്ധ്യ. ഐ ഡോണ്ട് തിങ്ക്. അതുകൊണ്ടാണ് ആദിരാജാവായ പൃഥുചക്രവർത്തിയെ ആശീർവദിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൽ അവസാനത്തെ ശ്ലോകമാണ് പറഞ്ഞത്. എന്താ? 42. ത്വയാ ആദൃത മഹാബാഹോ സർവയേവ സമാഗതാഃ പൂജിതാദാനമാനാഭ്യാം പിതൃദേവർഷിമാനവാഃ. മഹത്തുക്കളായ ബാഹുക്കളോടുകൂടിയവനെ പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, മനുഷ്യർ, സമാഗമിച്ച സർവരും, അവിടെ വന്നുകൂടിയിട്ടുള്ള എല്ലാവരും അങ്ങയാൽ ആദരിക്കപ്പെട്ടവരും. ഒരു യജ്ഞത്തിന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരേനൊക്കെ ആദരിക്കുകയാണ് ചെയ്യണത്. കുറേ കഴിഞ്ഞാൽ ഇന്ന് വെച്ചത് കഴിഞ്ഞിട്ട് നാളെ വരുമെന്നല്ല പറഞ്ഞത്. വന്നവർക്കൊക്കെ ദക്ഷിണ, വസ്ത്രം, പിന്നെ മെതിയടി, വടി, കടയ്ക്ക, പായ, തലേണ ഒക്കെ ദാനം ചെയ്യാം അന്നത്തെ കാലത്ത്. അപ്പോൾ ആദരിക്കപ്പെട്ടവരും ദാനമാനങ്ങളാൽ, ഞാനത് മുമ്പ് പറഞ്ഞു എന്ന് മാത്രം, അർത്ഥം വാക്ക് പറഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. അതാണ് എനിക്കുള്ള പ്രസാദം ഭഗവാൻ തരുന്നത്. അപ്പോൾ ദാനമാനങ്ങളാൽ പൂജിക്കപ്പെട്ടവരുമായി വന്നവരേനൊക്കെ പൂജിച്ചു രാജാവ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബാഹ്യാർത്ഥം, ഹേ മഹാബാഹുവായ മഹാരാജാവേ,
ഈ സത്രത്തിൽ വന്നിരിക്കുന്ന പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, മനുഷ്യർ. അപ്പോൾ ഒരു യജ്ഞവേദിയിൽ ഒരു ഭാഗവത യജ്ഞം നടക്കുന്ന സ്ഥലത്ത് ഈ പിതൃക്കളും ദേവന്മാരും ഋഷികളും ഒക്കെ ഉണ്ട്. അവരേനൊക്കെ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഈ ഗ്രന്ഥത്തിൽ പറയാത്തൊരു കാര്യം ചെയ്യരുത്. അപ്പോൾ എന്ന് സർവരെയും ദാനമാനാദികളാൽ അങ്ങ് സാദരം പൂജിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. അതന്നെയല്ലേ ശ്രേയസ്. അപ്പോൾ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ ശുദ്ധി നിരൂപണം നാമ ഏകോനവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ധാരാളം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുകയും അതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.